കേരളത്തിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ കൂടിയാണ്. കേരള സർക്കാരിന് കീഴിലുള്ള വിവിധ കോർപ്പറേഷനുകളിലെ കമ്പനികളിലെ ബോർഡുകളിലെ ജൂനിയർ അസിസ്റ്റൻ്റ്, ക്ലർക്ക്, ജൂനിയർ ക്ലർക്ക്, ഫീൽഡ് അസിസ്റ്റൻറ്റ്, ഡിപ്പോ അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ് ഗ്രേഡ് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥിര നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് 2025 നവംബർ 19 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് www.keralapsc.gov.in എന്ന സൈറ്റ് ലഭ്യമാണ്. ഈ സൈറ്റ് വഴി വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. ഇതിലേക്ക് ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല, പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ എന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും കുറേയധികം വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാം. നേരിട്ടുള്ള നിയമനമായിരിക്കും. പ്രായം പറഞ്ഞിട്ടുള്ളത് 18 വയസ്സിനും 36 വയസ്സിനും ഇടയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. SC/ST കാറ്റഗറിയാണ് 5 വർഷവും, OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ള 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് BCom, BA, BSc, BCom എന്നീ ബിരുദം ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതിലേതെങ്കിലും അംഗീകൃത സർവകലാശാല എന്നുള്ള ബിരുദം മതിയാവും. അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യമായിട്ടാണ് കേരള PSCക്ക് അപേക്ഷിച്ച് ഒരു 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ www.keralapsc.gov.in സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, ഇമെയിൽ ID, മൊബൈൽ നമ്പറും അഡ്രസ്സോ കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫൈലിൽ യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന എത്ര പോസ്റ്റ് വേണം പിന്നീട് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി എടുത്ത് 2025 നവംബർ 19 വരെ www.keralapsc.gov.in സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. വിവിധ കമ്പനികൾ, കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സിഡ്കോ, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതുപോലെയുള്ള മറ്റ് വെൽഫെയർ ബോർഡുകൾ, ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടും. കുറേയധികം കോർപ്പറേഷൻ കമ്പനികൾ ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. ഈ അവസരം പരമാവധി എടുത്ത് താങ്ക് യു.